ഇനി ഒരു ചിരി ഓർമ്മ. മലയാള സിനിമയിൽ പൊട്ടിച്ചിരിയിലൂടെയും തമാശയിലൂടെയും കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച പ്രിയപ്പെട്ട നടൻ സലീം കുമാർ നമ്മെ വിട്ടുപിരിഞ്ഞു. എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചുകൊണ്ട് 3 പതിറ്റാണ്ടോളം മലയാള സിനിമ വെള്ളിത്തിരയിൽ നിലക്കാത്ത ചിരിയും വൈകാരിക അഭിനയ മുഹൂർത്തങ്ങളിലൂടെയും വിസ്മയം ഒരുക്കിയ നടൻ സലീം കുമാർ. രോഗബാധിതനായ സലീം കുമാറിനെ എറണാകുളം അമൃത ആശുപത്രിയിൽ ജൂൺ 6 രാവിലെ പ്രവേശിപ്പിച്ചതായിരുന്നു. എന്നാൽ ചികിത്സയിലിരിക്കെ രാത്രി 10:45 മരണം സംഭവിക്കുകയായിരുന്നു. ലിവർ സിറോസിസ് രോഗത്തെ തുടർന്ന് മുന്നേ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. അദ്ദേഹത്തിന് 57 വയസ്സ്. 1969 ഒക്ടോബർ 9 എറണാകുളം വടക്കൻ പറവൂരിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായാണ് സലീം കുമാർ ജനിക്കുന്നത്. മലയാള സിനിമയിൽ ഒട്ടേറെ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ച ജഗതി ശ്രീകുമാർ, ശ്രീനിവാസൻ എന്നീ പരമ്പര നടന്മാരുടെ അവസാനത്തെ കണ്ണിയാണ് സലീം കുമാർ. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ്റെ മണ്ഡലമായ പറവൂർക്കാരനാണ്. 12 മണിവരെ ടൗൺ ഹാളിൽ ദർശനം. അതുകഴിഞ്ഞ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം നടക്കും. കുടുംബം: ഭാര്യ സുനിത, മക്കൾ ചന്തു, ആരോമൽ. മിമിക്രിയിലൂടെയാണ് സിനിമയിൽ എത്തിയത്. വടക്കൻ പറവൂർ ഗവൺമെൻറ് ലോവർ പ്രൈമറി സ്കൂൾ, ഗവൺമെൻറ് ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. മലങ്കര SNM കോളേജിൽ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം എറണാകുളം മഹാരാജാസ് കോളേജിൽ ബിരുദം നേടി. 3 തവണ MG സർവകലാശാല യുവജനോത്സവത്തിൽ മിമിക്രിയിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. കൊച്ചിൻ കലാഭവനിലൂടെയാണ് മിമിക്രി ജീവിതം ആരംഭിച്ചത്. പിന്നീട് കൊച്ചിൻ സാഗറിൽ ചേർന്നു. നാടക സംഘങ്ങളുമായി ബന്ധപ്പെട്ടും പ്രവർത്തിച്ചു. ക്രോമിക്കോള ടെലിവിഷൻ പരിപാടിയിലൂടെ ശ്രദ്ധ പിടിച്ചുപറ്റി. 1996 സിദ്ദിഖ് ഷമീർ സംവിധാനം ചെയ്ത ഇഷ്ടമാണ് 100 വട്ടം ആണ് ആദ്യ ചിത്രം. ലാൽ ജോസ് സംവിധാനം ചെയ്ത അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ നായക കഥാപാത്രം സലീം കുമാറിൻ്റെ അഭിനയശേഷി വിളിച്ചോതുന്നതായിരുന്നു. 2005 മികച്ച 2ാമത്തെ നടനുള്ള സംസ്ഥാന അവാർഡ് ഇതിലൂടെ അദ്ദേഹത്തെ തേടിയെത്തി. സലീം അഹമ്മദ് സംവിധാനം ചെയ്ത ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സംസ്ഥാന പുരസ്കാരവും ലഭിച്ചു. 2012 മികച്ച ഹാസ്യനടനും ചിത്രം അയാളും ഞാനും തമ്മിൽ. 2016 മികച്ച ചിത്രത്തിനുള്ള കറുത്ത ജൂതൻ എന്ന സിനിമയ്ക്ക് സംസ്ഥാന അവാർഡും ലഭിച്ചു. സംസ്ഥാന ടെലിവിഷൻ അവാർഡ്, കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷൻ അവാർഡ്, സത്യൻ അവാർഡ്, പ്രേംനസീർ അവാർഡ് തുടങ്ങിയ നിരവധി അംഗീകാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇതര ഭാഷകളിലും അഭിനയിച്ചു. കമ്പാർട്ട്മെൻറ്റ്, കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാം, K. കുമാർ ആകണം എന്നീ ചിത്രങ്ങൾ സംവിധാനം ചെയ്തു. തുടർന്നങ്ങോട്ട് മാട്ടുപ്പെട്ടി മാച്ചാൻ, പട്ടാഭിഷേകം, നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും, തെങ്കാശിപ്പട്ടണം, സത്യമേവ ജയതേ, ഈ പറക്കും തളിക, മീശ മാധവൻ, മഴത്തുള്ളിക്കിലുക്കം, കിളിച്ചുണ്ടൻ മാമ്പഴം, പട്ടാളം, ചതിക്കാത്ത ചന്തു, പെരുമഴക്കാലം, കുഞ്ഞിക്കൂനൻ, CID മൂസ, കല്യാണരാമൻ, രാപ്പകൽ, രാജമാണിക്യം, ചാന്തുപൊട്ട്, കറുത്ത പക്ഷികൾ, കഥ പറയുമ്പോൾ, മായാവി, അണ്ണൻ തമ്പി, ചട്ടമ്പി നാട്, ബെസ്റ്റ് ആക്ടർ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട്, ഉദയനാണ് താരം, കുഞ്ഞനന്തൻ്റെ കട, അറബിക്കഥ, പത്തേമാരി, വെളിപാടിൻ്റെ പുസ്തകം, ഡ്രൈവിംഗ് ലൈസൻസ്, തല്ലുമാല തുടങ്ങി 350ഓളം ചിത്രങ്ങളിൽ വേഷമിട്ടു. കൂടോത്രം ആണ് അവസാന ചിത്രം. ഹാസ്യരസപ്രധാനമായ വേഷങ്ങളായിരുന്നു കൂടുതലും. എങ്കിലും ക്യാരക്ടർ വേഷങ്ങളിലും അദ്ദേഹം അത്ഭുതകരമായ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് PP മോഹനൻ.
എനിക്ക് വ്യക്തിപരമായ നഷ്ടം എന്ന് പറയുന്നത് എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാനിവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലം മുതൽ, പറവൂരിൽ വന്ന കാലം മുതൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവുമായിട്ടുള്ള വലിയ ആത്മബന്ധമുണ്ട്.